പൊതു തെരഞ്ഞെടുപ്പ് പലപ്പോഴും രാഷ്ട്രീയത്തിന്റെയും നിലപാടുകളുടെയും ഏറ്റുമുട്ടലാണ്. മുന്നണികളുടെ മത്സരത്തിനിടെ അവരോട് ഏറ്റുമുട്ടുന്ന ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജനകീയ വിഷയങ്ങളിലായിരിക്കും മത്സരത്തിന് ഇറങ്ങുക. അത്തരം ഒരാളാണ് വയനാട് പാർലമെന്റിൽ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ക്ഷേത്രങ്ങളിലെ മേൽശാന്തിയും സാമൂഹ്യ സന്നദ്ധ മേഖലയിലെ സജീവ സാന്നിധ്യവുമായ നോവലിസ്റ്റ് നിലമ്പൂർ ശ്യാംസുന്ദർ എന്ന പുതുവാദ്യാർ മഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ അധിവസിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഗോത്ര സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തവണ ഇദ്ദേഹം മത്സരത്തിനിറങ്ങിയിട്ടുള്ളത്. ജയിക്കാനല്ല, തന്റെ നിലപാട് അറിയിക്കാനാണ് ഈ മത്സരമെന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെട്ടതോടെ ഇദ്ദേഹം പറഞ്ഞു. വയനാട് മണ്ഡലത്തിന്റെ ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മണ്ഡലത്തിന് ശാപമോക്ഷം കിട്ടണം. അതുപോലെ സ്വാതന്ത്ര്യം കിട്ടാത്ത വയനാട് മണ്ഡലത്തിന് സ്വാതന്ത്ര്യം ആർക്ക്? ആദിവാസി സഹോദരങ്ങൾക്ക്. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാര് ഇന്നും അവരുടെ അടിമകൾ മാത്രമാണ് ഈ പാവപ്പെട്ട ട്രൈബൽ മേഖലയിലെ പാവങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു ഉദ്ദേശം. പണം മുടക്കിയുള്ള വലിയ പ്രചരണത്തിനോ ഒന്നുമില്ല. എങ്കിലും ജനങ്ങൾക്കിടയിൽ തന്റെ നിലപാട് അറിയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. സമൂഹ മാധ്യമങ്ങളും തന്റെ സുഹൃത്ത് വലയവും ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്തുതരം പ്രലോഭനങ്ങൾ ഉണ്ടായാലും തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇദ്ദേഹം. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ. ജയിക്കാനല്ല, തൻ്റെ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സാഹസികത ചെയ്യുന്നതെന്നാണ് ശ്രീ നിലമ്പൂർ ശ്യാംസുന്ദർ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂർ സ്നേഹാലയം, പുതുവാദ്യാർ മഠം കൊട്ടാരം. ഓക്കെ, ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി എന്താ തോന്നിയെന്നത്, എനിക്ക് ഈ മനുഷ്യനോട് ഒരു ആരാധനയാണ് തോന്നിയത്. ഞാനൊരു പാർട്ടിക്കാരനല്ല, ഞാനൊരു വ്യക്തിക്കും ഒന്നിനും അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മളെ ഗോത്രവർഗ്ഗക്കാർ, ഈ ആദിവാസി, ഞാൻ പുള്ളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പുള്ളി പലപ്പോഴായിട്ട് പുള്ളിയുടെ പല ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ വ്ളോഗ്, യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പുള്ളി ശക്തമായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ളതും കൂടുതൽ പുള്ളി സഹായം ചെയ്തിട്ടുള്ളതും ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന ഈ ആദിവാസി യുവാക്കളെ, ഗോത്ര വിഭാഗം, അവരെ മാക്സിമം സമൂഹത്തിൻ്റെ ഉന്നതിയിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ വീഡിയോസും യൂട്യൂബ് ചാനലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ബിഗ് സല്യൂട്ടാണ് പുള്ളിക്ക് കൊടുക്കാനുള്ളത്. കാരണം ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് കോടികൾ മുടക്കി പ്രചരണങ്ങളും നമ്മൾ പോസ്റ്ററുകളും കണ്ടമാനം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്ര ഒരു ചെയ്യുന്ന ഈ ഒരു സമയത്ത് പുള്ളിനെ പോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്നത് കണ്ടോ. എത്ര സിമ്പിളാണ് പുള്ളി മനുഷ്യനോട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര സിമ്പിളായിട്ടാണ് പുള്ളി പ്രത്യേകം പറയുന്നുണ്ട്. തനിക്ക് പിൻബലമായിട്ട് വേറെ ആരുമില്ല, സുഹൃത്തുക്കളുണ്ട്, കുറച്ച് നല്ല സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്ന, ഒരു മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരു കൊച്ചു കൂട്ടായ്മ. ആ കൂട്ടായ്മ തന്നെയാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന സ്ഥാപനം. ഇത്ര 30 വർഷമായിട്ട് അവിടെ നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി ഇപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ സംഭവം ചെയ്യുന്നത്. പുള്ളിയുടെ നിലപാട് എന്താണെന്നുള്ളത് പുള്ളിക്ക് അറിയിക്കണം. അത് സത്യം പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ജയിക്കാൻ വേണ്ടി പല നാറിയ കളികളും പൈസയൊക്കെ മുടക്കി പല തെമ്മടുത്തരം ചെയ്തിട്ട് രാഷ്ട്രീയത്തിൽ വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളവരും ഇനി വരാൻ പോകുന്നവരും. ഓക്കെ, അപ്പോൾ പുള്ളി അത്തരത്തിലൊന്നും പുള്ളി പറഞ്ഞില്ല. ജയിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ആ മനുഷ്യനില്ല. ചിലപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാതിരിക്കാം, ചിലപ്പം ജയിക്കാൻ സാധ്യത കുറവാണ്, തനിക്ക് വോട്ട് ചെയ്യും. കാരണം നല്ലത് ആര് ചെയ്യുന്നോ അവരെ അംഗീകരിക്കുന്ന നമ്മുടെ സമൂഹം ആരുമില്ലല്ലോ ഇന്ന്. ഇങ്ങനെ അടിച്ചമർത്താം. എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും ഇലക്ഷനിൽ പിന്മാറില്ല എന്ന് പുള്ളിയുടെ ഉറച്ച തീരുമാനം മാത്രമാണ്. ആ തീരുമാനം പുള്ളി എന്നെടുത്തോ അന്ന് പുള്ളി വിജയിച്ചു. ഈ നാമനിർദ്ദേശ പട്ടിക അവിടെ അവർ സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു, പുള്ളി എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് സ്വീകരിച്ചപ്പോൾ തന്നെ പുള്ളി അവിടെ വിജയിച്ചു. ഇനി ഇലക്ഷനിൽ തോറ്റു കല്ല് വലിയ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പുള്ളി ഇങ്ങനെ ഒരു സാഹസികത, അതായത് ഇങ്ങനത്തെ ഒരു ധൈര്യം കാണിക്കാൻ പുള്ളി ചെയ്തതിന് ഒരു ബിഗ് സല്യൂട്ട് നമുക്കെല്ലാവർക്കും പുള്ളി കൊടുക്കേണ്ടിയിരുന്നു. പുള്ളിനെ അംഗീകരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം എത്ര ആൾക്കാർ നമുക്ക് മാറി വരുന്ന രാഷ്ട്രീയക്കാർ ഈ വോട്ട് ബാങ്കായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഈ ആദിവാസി വിഭാഗങ്ങളിലെ ആൾക്കാർ, അല്ലേ? അല്ലാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് അവരെ സമൂഹത്തിന് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ഇന്ന് വരെ നമ്മൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? പല പദ്ധതികളും പല കാര്യങ്ങൾക്കും കോടികൾ അനുവദിച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു വികസനങ്ങളോ അല്ലെങ്കിൽ
അവർക്കൊരു സപ്പോർട്ടോ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ പുള്ളീനെ പോലെ ഒരാൾ, ഇപ്പോൾ പുള്ളിയുടെ സ്നേഹാലയം എന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ നിലമ്പൂർ LIC റോട്ടിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആദിവാസി കുട്ടികൾ ആ വീടിൻ്റെ മുറ്റത്തും വീടിന് അകത്തും പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പഠിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടില്ല. ഈ കൊറോണ സമയത്തൊക്കെ ഞാൻ അവിടെ ഒരുപാട് പ്രാവശ്യം അവിടെ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞതുകൊണ്ട് ഞാനിവിടെ ചെന്ന് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും ചെയ്തിട്ടുള്ള. ഇപ്പോൾ 3 വർഷമായിട്ട് ഞാനിവിടെ ബഹ്റൈനിലാണ്. ഇപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അവിടെ ചെന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്താണെങ്കിലും സജീവമായിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ പുള്ളി ഇത്തരത്തിൽ തീരുമാനം എടുത്തത് എന്തോ നല്ല തന്നെയാണ്. കാരണം അത് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു MP അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ആ ആദിവാസികളുടെ അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു ഭാഗ്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റാരും ഞാൻ നോക്കുന്നില്ല. മറ്റ് ഏത് ഒരു രാഷ്ട്രീയക്കാരല്ലാതെ അവനെൻ്റെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല പുള്ളീനെ പോലെ ഒരാളെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്തരത്തിലൊരു ആളായിരിക്കില്ല പുള്ളി. അത് എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ എനിക്കും പല വിമർശനങ്ങളും കാര്യങ്ങളും വന്നിട്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ആരുടെ ചിലവിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് എന്തും പറയാം. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.